അപ്പോൾ ഇനി ആഷ്മി നമുക്ക് നേരെ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ പള്ളിയിൽ നമ്മുടെ സലീം മാലിക് നിൽപ്പുണ്ട്. കുറച്ച് രാവിലെ അവിടെ പോയി ഇരിക്കുന്നു. രാവിലെ ഉച്ചയ്ക്ക് എന്തോ പോയതാന്ന് തോന്നുന്നു അവിടെ. ഓക്കെ, ഹായ് സലീം മാലിക്, ക്രിസ്മസ് ദിനാശംസകൾ, എല്ലാ ആശംസകളും നേരുന്നു. മൊത്തത്തിലൊരു വൈവായോ? SKN ഹാഷ്മി, വിജയകുമാർ, മെറി ക്രിസ്മസ്. അതെ, ഞാൻ 7 മണി സമയം മുതൽ നമ്മളിവിടെ ഉണ്ട്. ആ സമയം മുതൽ ഈ പള്ളിയിൽ ഈ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പത്തനംതിട്ട ജില്ല നമ്മുടെ ഹാഷ്മിയുടെയൊക്കെ ജില്ലയാണ്. സാധാരണഗതിയിൽ പത്തനംതിട്ട ജില്ല വളരെ നേരത്തെ ഉറങ്ങുന്ന, മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് നേരത്തെ ഉറങ്ങുകയും ഈ പത്തനംതിട്ട ടൗണൊക്കെ വളരെ നേരത്തെ കടകളൊക്കെ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ക്രിസ്മസ് ദിവസം അവർക്ക് അതൊക്കെ മറക്കും. രാത്രി വരെയും സജീവമാണ്, ടൗണും സജീവമാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ദേവാലയങ്ങളുമൊക്കെ സജീവമാണ്. പല ദേവാലയങ്ങളിലും പല സമയത്താണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലാണ്. ഇവിടെ 7 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 10:30 വരെ ഇവിടെ കുർബാന ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ കുർബാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പള്ളി വികാരിയായ ജോൺസൺ പാറയ്ക്കലാണ് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം ഈ പള്ളിയിൽ നിന്ന് തന്നെ ഇവിടെ നിന്നുള്ള കരോൾ സംഘത്തിന്റെ ഇവിടുത്തെ കുട്ടികളുടെ കരോൾ സംഘത്തിന്റെ വലിയ കരോളൊക്കെ ഉണ്ട്. അതിനും ശേഷം അവിടുത്തെ സമീപത്തെ പത്തനംതിട്ട ടൗണിൽ തന്നെയുള്ള മറ്റു പല പള്ളികളിലും 3 മണിക്ക് വരെ ഈ കുർബാന ചടങ്ങുകളുമുണ്ട്. പത്തനംതിട്ടയിൽ ഇന്ന് ശ്രദ്ധേയമായ മറ്റൊരു കാഴ്ച കൂടി ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. ഞങ്ങളത് ഒരു സ്റ്റോറി ആക്കുകയും ചെയ്തിരുന്നു. അത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമ മെത്രോപൊലീത്തയുടേതായിരുന്നു. സാധാരണഗതിയിൽ ഈ പള്ളി വികാരിമാരും മറ്റ് പുരോഹിതന്മാരും ഒക്കെ ക്രിസ്മസിന്റെ തലേ ദിവസമൊക്കെ വലിയ തിരക്കും അത്തരത്തിലുള്ള ബഹളങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലായിരുന്നു ക്രിസ്മസ് തലേന്ന് ആഘോഷിച്ചത്. അരമനയിലെ ആഘോഷങ്ങളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അതിന് പകരം ഈ വിശ്രമ ജീവിതം നയിക്കുന്ന, അതല്ലെങ്കിൽ സജീവമായി സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ ഇരുന്ന 18ഓളം പുരോഹിതന്മാരുടെ വീടുകളിലേക്ക് അദ്ദേഹം പോയി. അതിനുശേഷം അവർക്ക് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ തന്നെ ആത്മകഥ, ജീവിതം ഒരു അഭിഷേകം എന്ന ആത്മകഥ സമ്മാനിക്കുന്നു. ഒപ്പം തന്നെ ഒരു കേക്കൊക്കെ സമ്മാനിക്കുന്നത് കണ്ടതാണ്. എന്തായാലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിലുള്ള ഈ രാത്രിയുടെ ആലസ്യമൊന്നും പത്തനംതിട്ട ജില്ലയ്ക്ക് ഇന്നത്തെ ദിവസമില്ല. ഇന്നവർ ആഘോഷിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. ഇതിനുശേഷം നാളെയും ഈ ആഘോഷം ഒരു പൂർണ്ണ ദിവസത്തേക്ക് നിൽക്കുന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി വലിയ ആഘോഷമാക്കുകയാണ് ഇവിടുത്തെ പത്തനംതിട്ട ജില്ലക്കാരും. SKN ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.